നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ദൂരദർശൻ അവതരിപ്പിക്കുന്ന ഈ പ്രത്യേക ബഡ്ജറ്റ് ചർച്ചയിലേക്ക് ഹാർദമായ സ്വാഗതം. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ 2024-25 വർഷത്തേക്കുള്ള ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കെ അവസാന നിമിഷ പ്രതീക്ഷകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ദൂരദർശൻ. ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. സാമ്പത്തിക വിദഗ്ധൻ അഡ്വക്കേറ്റ് കമലാസനൻ കാര്യാട്ട്, കോഴിക്കോട് നിന്ന് ചേരുന്നു സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ സുനിത ശിവരാമൻ, മാനേജ്മെൻറ്റ് വിദഗ്ധയായ ഡോക്ടർ മീര ആസ്മിയും ഡോക്ടർ ശാലിനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആമുഖത്തിൽ ചില വസ്തുതകൾ നൽകിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഡോക്ടർ നിർമ്മല സീതാരാമൻ്റെ 6ാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. രണ്ടാം മോദി സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സമ്പൂർണ്ണ ബഡ്ജറ്റ് ആയിരിക്കില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത് കാരണം ഒരു ഇൻറ്ററിം ബഡ്ജറ്റ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും. ഇതിന് മുന്നോടിയായി തന്നെ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചില സൂചനകൾ പല ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ പറയുന്നത് വലിയ പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല, എങ്കിലും ഒരു ഇലക്ഷൻ വർഷമാണ്. നമ്മൾ 2004-ലും 2009-ലും 2019-ലും എല്ലാം കണ്ടതുപോലെ ആണെന്നുണ്ടെങ്കിൽ ചില പ്രതീക്ഷകൾ നമുക്ക് വെച്ച് പുലർത്താൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ ഫോണിലൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നു സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മീര ആസ്മി. ഡോക്ടർ മീര, ചർച്ചയിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ടോ? നമസ്കാരം, കേൾക്കുന്നുണ്ട്. നമുക്കറിയാം പല മേഖലകൾ ഈ ബഡ്ജറ്റിനെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതൊരു ബഡ്ജറ്റാണെങ്കിലും സമ്പദ് വ്യവസ്ഥയിലെ വിവിധ തരം മേഖലകളുണ്ട്. സാധാരണക്കാരുണ്ട്, വ്യാവസായിക മേഖലയുണ്ട്, കാർഷിക രംഗമുണ്ട്, വിദ്യാഭ്യാസം, ഹെൽത്ത്, അങ്ങനെ പറഞ്ഞ് നിരവധി സെക്ടേഴ്സാണ്. ഈ വ്യാവസായിക മേഖല ഇന്ത്യയുടെ വളർച്ചയുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകളായി കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നത് ഈ മേഖലയ്ക്ക് വലിയ ഒരു പ്രാധാന്യം നമ്മൾ നൽകുന്നുമുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനുണ്ട്, PLI സ്കീമുണ്ട്, ഈസി ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, സബ്സിഡി സ്കീംസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള പ്രാധാന്യമുണ്ട്. വരാനിരിക്കുന്ന ഈ ബഡ്ജറ്റിൽ ഈ വ്യാവസായിക മേഖലയിൽ അവർക്ക് ഉണർവ് നൽകാനായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഈ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിന് അതിന് വളരെയധികം പ്രാധാന്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി കൂടുതൽ സ്ത്രീകളെ ഇതിലേക്ക് മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് വേണ്ടുന്ന ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും സ്കിൽ ഡെവലപ്മെന്റും ഇതെല്ലാം കൊടുത്ത് അവരെ എംപവേർഡ് ആക്കി കൊണ്ടുവരുന്ന ഒരു പുതിയ ഒരു ഇതുണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ട്രെയിനിങ്, അതുപോലെ വൊക്കേഷണൽ പ്രോഗ്രാംസ് അങ്ങനെ റൂറൽ ഏരിയാസിൽ കൊടുക്കുന്നതോടൊപ്പം ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉയർന്നു വരുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റാർട്ടപ്സ് വരുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാരതം പോലുള്ള ഡെവലപ്പിംഗ് കൺട്രിയുടെ ഒരു ബാക്ക് ബോൺ, ഒരു ഇമ്പോർട്ടന്റ് ബാക്ക് ബോൺ ആയിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് വരികയാണ് ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്സ്. അത് പ്രത്യേകിച്ചും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സ്. അതുപോലെ വേറൊരു മേഖലയാണ് ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രി. അതിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെയധികം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്കിൽ ഡെവലപ്മെന്റിനും അതുപോലെ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് സ്റ്റാർട്ടപ്സിനും അതുപോലത്തെ ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സും അതുവഴി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരുപാട് പദ്ധതി ഇതിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ മീര, ഈ ഇന്ത്യൻ വ്യാവസായിക മേഖലയുടെ ഒരു സ്ട്രക്ചർ, ഒരു ഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് MSME സെക്ടർ. ഒത്തിരി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ടുള്ള സാഹചര്യമുണ്ട്. ഈസ് ഓഫ് സ്റ്റാർട്ടിംഗ് പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് പക്ഷേ ഈ മേഖല പലപ്പോഴും കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകളിൽ ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസിൽ ഒരു പക്ഷേ കുറച്ചുകൂടി സാധ്യതകൾ നമ്മൾ ഈ MSME മേഖലയിൽക്കുള്ളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നൽകാവുന്നതാണ്. അതൊരു പക്ഷേ സർക്കാർ ഇനി വരും ബഡ്ജറ്റുകളിൽ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുമാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ട്രഡീഷണൽ പരമ്പരാഗത മേഖലയ്ക്ക് വേണ്ടിയിട്ട് ചില പ്രഖ്യാപനങ്ങൾ ഇതിന് പശ്ചാത്തലം ഒരുക്കുന്നത്, ഒന്ന് നമ്മുടെ ഇന്ത്യ എക്കണോമിക് ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് ഹൈപ്പർ ഗ്ലോബലൈസേഷൻ്റെ ഒരു റിസ്ക് ആയിട്ട് നമ്മൾ കാണുന്നു. നമ്മുടെ ഇൻറ്റേർണൽ കൺസംഷൻ നമ്മൾ ബൂസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, റൂറൽ എക്കോണമി ബൂസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു സ്ട്രാറ്റജിയായി ട്രഡീഷണൽ ഇൻഡസ്ട്രീസിലും കൂടി എൻഹാൻസ്ഡ് ഫോക്കസ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ടോ?
തീർച്ചയായും അതിന് സാധ്യത കാണുന്നുണ്ട്. കാരണം MSME എന്ന് പറയുന്ന ആ ഒരു വ്യാവസായിക മേഖല വളരെയധികം പൂർവാധിക ഉണർവോടുകൂടി മുന്നേറുന്ന ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ MSMEസിന് ഒരുപാട് എന്താ പറയാ ഒരുപാട് പോളിസീസ് ഉണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് നയപ്രഖ്യാപനങ്ങൾ ഒരുപാട് നടത്തിയിട്ടുണ്ട്. അതെല്ലാം ശരിക്കും അതിനോടൊപ്പം തന്നെ ഈ ഡിജിറ്റലൈസേഷന്റെ ഒരു ഉണർവും കൂടെ വരുന്ന സമയത്ത് MSME മേഖലയ്ക്ക് എന്ന് വെച്ചാൽ പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു മേക്ക് ഇൻ ഇന്ത്യ പ്രോസസിന്റെ ഭാഗമായി വരുന്ന പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങൾക്ക് അതൊരു നല്ലൊരു ബൂസ്റ്റ് വരും. കാരണം ഒരു ഡിജിറ്റലൈസേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഗവൺമെന്റ്. അപ്പം അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ ഡിജിറ്റൽ ടെക്നോളജിയിൽ വരുന്ന സഹായങ്ങളും എല്ലാം കൊടുക്കാൻ വേണ്ടി സന്നദ്ധ സംഘടനകളും ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. അപ്പം സന്നദ്ധ സംഘടനകളുടെ ഒരു ഒത്തൊരുമയോട് കൂടി ചേർന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയാ നമ്മുടെ MSME സെക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ വരുന്ന സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ പരമ്പരാഗത മൂല്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനങ്ങൾ അവർക്കെല്ലാം അതൊരു പുത്തൻ ഉണർവ് തന്നെ കിട്ടാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി ഡിജിറ്റലൈസേഷൻ വന്നതിന് ശേഷം ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. കാരണം ഇവിടെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന വസ്തുക്കൾ പോലും നമുക്ക് വിവിധ മേഖലയിലേക്ക് നമുക്ക് ബിസിനസ് ചെയ്യാനും ഇതെല്ലാം ഡിജിറ്റലൈസേഷന്റെ ഒരു ഉണർവോട് കൂടി അത് സാധ്യമായിട്ടുണ്ട്. ശരി, സാധാരണഗതിയിൽ ബഡ്ജറ്റുകൾ അതിനകത്ത് ഉണ്ടാകുന്ന രണ്ട് പ്രധാനപ്പെട്ട വശങ്ങൾ, ഒന്ന് ചില നയപരമായിട്ടുള്ള വിഷനറി സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് ഈ ഒരു അലോക്കേഷൻ പാർട്ട് അല്ലെങ്കിൽ കാശ വകയിരുത്തുന്ന ഒരു ഭാഗം മാത്രമല്ല ഉള്ളത്. ഇൻ്ററിം ബഡ്ജറ്റ് ആയതുകൊണ്ട് വലിയ നയപ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ സർക്കാർ വരും വർഷങ്ങളിൽ ഈ മേഖലയ്ക്ക് വേണ്ടി എടുക്കാൻ സാധ്യതയുള്ള ചില തീരുമാനങ്ങൾ, ഒരു വിഷൻ നമുക്ക് വ്യക്തമാക്കുന്ന ചില പരാമർശങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇതിൻ്റെ പശ്ചാത്തലം ഈസ് ഓഫ് ഡൂയിങ്ങിന് വേണ്ടിയിട്ട് ചില റെഗുലേറ്ററി കംപ്ലയൻസസ് ഈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് കേന്ദ്ര സർക്കാർ എടുത്തു വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ചില നടപടികൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. കാരണം ഇപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ G20 ഡിക്ലറേഷനോട് കൂടി നോക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായ 5ാമത്തെ പോയിന്റ്, അതാണ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവറിംഗ് ഓൾ വിമൻ ആൻഡ് ഗേൾസ്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം പ്രഖ്യാപിച്ചത് 20 കോടി ലക്ഷാധിപതികളായ ദീദിമാർ, ലഖ്പതി ദീദീസ് എന്നാണ് പറയുന്നത്, 20 കോടി ലഖ്പതി ദീദീസിനെ G20യുടെ ഭാഗമായിട്ട് അവരുടെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സോടുകൂടി, വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ ഭാഗമായിട്ട് സ്കിൽ ഡെവലപ്മെന്റും എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് ഉയർത്തിക്കൊണ്ട് വരും. അതുവഴി ഉദ്ദേശിക്കുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ 5, അതായത് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവറിംഗ് ഓൾ വിമൻ എന്നുള്ള ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് അതിൽ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയറിൽ ഒരു 1000-ന് മുകളിൽ കോടി, 1261 കോടിയോളം നമ്മൾ അതിൽ ഇത് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഫിഗേഴ്സിനെ കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് പറയാനുള്ള അവകാശമില്ല. എന്നിരുന്നാലും അതിന്റെ ഒരു ഭാഗമായിട്ട് സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായിട്ട് ഒരു ജെൻഡർ ഇക്വാലിറ്റിയും എംപവറിംഗ് ഓൾ വുമൻ എന്നുള്ള ഒരു മേഖലയിൽ നമുക്ക് സ്വയം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന്റെ ഒരു ഉണർവോട് കൂടി അത് എത്തിച്ചേരും എന്ന് തന്നെയാണ് അതിന്റെ ഒരു പ്രഖ്യാപനവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ മീര. ഡോക്ടർ മീര, പല വ്യവസായങ്ങളുടെ കാര്യം സംസാരിക്കുമ്പോൾ രണ്ട് വ്യവസായങ്ങൾ വളരെ പ്രസക്തമായിട്ട് പല പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഒന്ന്, കേരളത്തിനുൾപ്പെടെ വലിയ താല്പര്യമുള്ള ടൂറിസം രംഗം. കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാം ഒരു ഊന്നൽ മേഖല തന്നെയാണ് ടൂറിസം രംഗം. കേരളത്തിന് സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷയുള്ളൊരു മേഖലയാണ്. രണ്ട്, കൺസ്ട്രക്ഷൻ, റിയൽറ്റി സെക്ടർ എന്ന് പറയുന്നത്. ഈ രണ്ട് മേഖലകൾക്കും ഈ വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ ചില പ്രതീക്ഷകൾക്ക് വകയുണ്ടോ? തീർച്ചയായും. അതിനോടൊപ്പം തന്നെ എനിക്ക് ചേർക്കാനുള്ള വേറൊരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ എനർജി ആണ്. ഗ്രീൻ എനർജി ആൻഡ് ഗ്രീൻ ടെക്നോളജി ആണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് കാർബൺ ഫുട് പ്രിന്റ്സ് കുറയ്ക്കുക, കാർബൺ ന്യൂട്രൽ നേഷൻ ആയി വരിക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടുതൽ റിന്യൂവബിൾ എനർജിയിലേക്കുള്ള ഒരു അതിലേക്ക് കൂടുതൽ
നീക്കിവയ്പ് അതിലേക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിന്റെ ഭാഗത്തേക്ക് വരാണെങ്കിൽ തീർച്ചയായും ടൂറിസം മേഖലയിൽ അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സോഫ്റ്റ് പ്രോജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശികൾ ഉൾപ്പെടെയുള്ള രാജ്യത്തുള്ള ആൾക്കാരെ നമ്മുടെ കാഴ്ചകൾ കാണാൻ വേണ്ടി, നമ്മുടെ ഈ കേരളത്തിന്റെ തനതായ പൈതൃകവും കാഴ്ചകളും കാണാൻ വേണ്ടി ഒരു സോഫ്റ്റ് പ്രോജക്ട് എന്നുള്ള രീതിയിൽ അതിന് വലിയൊരു ഉത്തേജനം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കപ്പാട് പോലുള്ള ബീച്ചിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭ്യമാണ്. അപ്പം അതിലേക്കായി കൂടുതൽ വിദേശികളെയും ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ആൾക്കാരും കൂടുതലായിട്ട് ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള റിഫോംസ് നമുക്ക് നടക്കുന്നുണ്ട്. ഇതിന് പശ്ചാത്തലമൊരുക്കിയത് ഒരുപക്ഷെ ഈ കേരളത്തിനുൾപ്പെടെ ഒരു വലിയ ബൂണായിട്ട് വരാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാൽദീവ്സ് എന്ന് പറയുന്ന രാഷ്ട്രവുമായിട്ടുള്ള ഇന്ത്യയുടെ ചില ന്യൂസുകളാണ്, വാർത്തകളാണ്. അതായത് ഒരുപക്ഷെ മാൽദീവ്സിനെ അല്ലെങ്കിൽ ശ്രീലങ്കയെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന പല സ്ഥലങ്ങളും നമുക്ക് ഇന്ത്യക്കകത്ത് തന്നെ വികസിപ്പിക്കാം. അത് വികസിപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യ തന്നെ കൂടുതൽ കാണണമെന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിലും വാർത്തകളിലും എല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാം ബെനിഫിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഒരു തുടർച്ചയായിട്ട് ഈ ടൂറിസം മേഖലയ്ക്ക് സ്പെസിഫിക്കലി നമ്മുടെ നീണ്ട കോസ്റ്റ് ലൈൻ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? തീർച്ചയായും പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും സിറ്റി ബ്യൂട്ടിഫിക്കേഷനും അല്ലെങ്കിൽ NH-ന്റെ രണ്ട് വശത്തും വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനും അതിന് വലിയൊരു ഒരു സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ NGOs നൽകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സിറ്റി ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് പച്ചപ്പുകൾ, കൂടുതൽ ഗ്രീൻ സോൺസ് നമ്മൾ കൂടുതലും അർബൻ ഏരിയസിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു പ്രവൃത്തിയും കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു നിലവാരം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകരാഷ്ട്രങ്ങളുമായിട്ട് കിടപിടിക്കാൻ ഒത്തുവരുന്ന രീതിയിലേക്കുള്ള ഒരു വളർച്ചയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം അതിന് ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ടൂറിസത്തിന്റെ ഒരു വിഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിന് നല്ലൊരു ബൂസ്റ്റപ്പ് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ മീര. ഡോക്ടർ മീര, നമുക്ക് ഈ പശ്ചാത്തല വികസന മേഖലയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാർ കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകളിലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണ പറയാറുള്ളത് ഈ മേഖലയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള പല മേഖലകൾക്കും ഒരു ഉണർവ് നൽകും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് എസെൻഷ്യലി എ മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചാണ്. ഈ പലപ്പോഴും വ്യാവസായിക മേഖലയ്ക്കും മറ്റ് മേഖലകൾക്കെല്ലാം ഒരു ഉണർവ് നൽകണമെന്നുണ്ടെങ്കിൽ വളരെ ബേസിക്കായിട്ട് അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് പശ്ചാത്തല സൗകര്യങ്ങൾ. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകളിൽ വലിയ ഒരു എംഫസിസ് ഉണ്ടായിരുന്നതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ വലിയൊരു ഏരിയ ആയിരുന്നതും ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല മേഖലകളിലും വലിയ പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടു. പലരും ചൂണ്ടിക്കാട്ടുന്നത് ഒരുപക്ഷെ ഇനി അടുത്ത റൗണ്ടിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ട രണ്ട് മേഖലകൾ, ഒന്ന് വലിയ പ്രതീക്ഷയുള്ള അത്യാവശ്യമായിട്ടുള്ള എനർജി സെക്ടർ, രണ്ട് ഏർബൻ ഡെവലപ്മെൻറ്റ് സെക്ടർ. ഈ രണ്ട് സെക്ടറുകളിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഇൻഫ്രാസ്ട്രക്ചർ ഒരു രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ തന്നെയാണ്. അപ്പം ശരിക്കും ഇൻഫ്രാസ്ട്രക്ചറിന് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ റിസർച്ചും കാര്യങ്ങളും അതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെയാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ഒരു നയം വ്യക്തമാവേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കി കാണേണ്ട ഒരു വസ്തുത. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിന്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 8 to 10% ഒരു ക്യാപെക്സ് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ തന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു അത്രത്തോളം നോക്കുന്ന സമയത്ത് ഒരു ഇൻക്രിമെന്റൽ റവന്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ശരിക്കും ഫാർമിംഗ് മേഖലയിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് നമുക്ക് ഉണ്ട്, പക്ഷെ അത് അവരിലേക്ക് എത്താത്തതാണ്. അതിലൊരു മെയിൻ ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇപ്പൊ വരുന്ന നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്റഗ്രേഷൻ ഓഫ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ IoT. എന്ന് വെച്ചാൽ അതൊരു പ്രിസിഷൻ ഫാമിങ്ങിന്
ഫാമിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാമേഴ്സിനെ ഒരുപാടധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. റിയൽ ടൈം ഡേറ്റ നമുക്ക് കിട്ടും, സോയിലിന്റെ കുറിച്ചാണ്, വെതർ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഒരു പ്രിസിഷൻ ഫാമിംഗ് എന്നുള്ള ഒരു ഇതിലേക്ക് പോവാണ്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്, അത് എല്ലാ മേഖലയും ഫാമിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലേക്കും കൊണ്ടുവരികയും ഗ്രീൻ എനർജിക്ക് കൂടുതൽ ട്രസ്റ്റ് കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് മാനേജ്മെന്റ്, ഒരു മാക്സിമം നമുക്ക് വേസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുകയും നമുക്കൊരു ഓവറോൾ ആയിട്ട് ഒരു എൻവയോൺമെന്റ് ഫുഡ് പ്രിന്റ് നമുക്ക് പോസിറ്റീവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഒരുപാട് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസിന് വേണ്ടിയിട്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ആ ഒരു ഗ്രീൻ ഗ്രോത്ത്, ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗ്രീൻ എക്കോണമിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രോത്തിനാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം എല്ലാ മേഖലയിലും ഉള്ളവർക്ക് ഒരു സുസ്ഥിരമായ ഒരു വികസനം ലക്ഷ്യമാവും എന്നുള്ള രീതിയിലാണ് നമ്മളത് നോക്കിക്കാണുന്നത്. വ്യക്തമാണ് മാഡം. ഡോക്ടർ മീര, ഈ കഴിഞ്ഞ കുറച്ച് ബഡ്ജറ്റുകൾ, അതായത് പോസ്റ്റ് GST, അതിനകത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ടാക്സേഷൻ വിട്ട് ഇൻഡയറക്റ്റ് ടാക്സേഷൻ എല്ലാം GST കൗൺസിലിലേക്ക് പോയിരിക്കുകയാണ്. ഇനി പലപ്പോഴും വ്യാവസായിക മേഖലയും ഉൽപ്പാദകരുമൊക്കെ ഒറ്റുനോക്കുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടിയുടെയും ഒക്കെ കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിനകത്ത് ചെറിയ ഏറ്റിറക്കങ്ങളല്ലാണ്ട് വലിയ പ്രഖ്യാപനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇത്തവണത്തെ ഇന്ത്യൻ എക്കോണമി റിവ്യൂ എന്ന് പറയുന്ന സാമ്പത്തിക ഉപദേഷ്ടാവ് ഇറക്കിയിട്ടുള്ള ശ്രീ വി അനന്ത നാഗേശ്വരൻ ഇറക്കിയിട്ടുള്ള ആ ഡോക്യുമെൻറ്റിൽ ഒരു കൺസേൺ ആയിട്ട് പറയുന്നത് എൻഡ് ടു ഹൈപ്പർ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതാണ്. അതായത് ആഗോള വിപണിയെ ആശ്രയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് കുറയ്ക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സെൽഫ് റിലയൻസ് സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഡ്യൂട്ടി സ്ട്രക്ചറിൽ ചില മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമോ? ഡോക്ടർ മീര. തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടതാണ്. കാരണം നമുക്ക് വേണ്ടത് കൂടുതൽ പോളിസീസ് എയിമിങ് നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയാ ഇൻഹൗസ് മാനുഫാക്ചറിങ്ങിന് കൂടുതൽ ഇൻസെന്റിവൈസ് ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസ് കൊണ്ടുവരികയും അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരു മാനുഫാക്ചറിംഗ് സെക്ടറിൽ ഒരു സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയും ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇൻഹൗസ് ആയിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് അധികം പോവാത്ത രീതിയിൽ നമ്മളൊരു എന്താ പറയാ ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതായിരിക്കണം അക്രോസ് ദ വാല്യൂ ചെയിൻ. അതായിരിക്കണം ഒരു ബിസിനസ്സുകൾക്ക് ഒരു ബൂസ്റ്റപ്പ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വസ്തുത. ശരി, ഈ ഹെൽത്ത് സെക്ടറിൻ്റെ കാര്യം കൂടി ഒന്ന് ചോദിച്ചോട്ടെ. അതായത് ഹെൽത്ത് സെക്ടർ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഇതൊരു ഇൻഡസ്ട്രിയാണ്, ഇൻഡസ്ട്രിയുടെ താല്പര്യങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ മാനുഫാക്ചറിങ്ങിൽ കിടക്കുന്ന ഫാർമ, മെഡിക്കൽ ഡിവൈസസ്, ആ മേഖലയുണ്ട്. മറുവശത്ത് ജനങ്ങളുടെ എൻടൈറ്റിൽമെൻറ്റ് പാർട്ടുണ്ട്. നമുക്കറിയാവുന്ന ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതിയുണ്ട്. ജനങ്ങളുടെ ആരോഗ്യവും അതോടനുബന്ധിച്ചുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ഉൾപ്പെടെയുണ്ട്. ഇതിൻ്റെ എല്ലാം എൻടൈറ്റിൽമെൻറ്റ്, സാധാരണക്കാർക്ക് കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ അനുസരിച്ചുള്ള എൻടൈറ്റിൽമെൻറ്റ്സ് വളർത്താനായിട്ടുള്ള സാധ്യതകൾ, കൂടുതൽ ജന ഔഷധി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ, മറുവശത്ത് ഇൻഡസ്ട്രിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആ മേഖലയിൽ സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ. നമുക്കറിയാം COVID-19 പശ്ചാത്തലത്തിൽ ആരോഗ്യമേഖലയുടെ പ്രസക്തി അറിയാം. അവിടെ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ബഡ്ജറ്റ് വരുന്ന സമയത്ത് ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിന് നമ്മൾ അവർക്ക് കൂടുതലും ഇന്നോവേഷന് വേണ്ടിയിട്ട് ഒരു ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്സിന് വേണ്ടിയിട്ടും ഉള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് ഹെൽത്ത് സെക്ടർ, എല്ലാവർക്കും അഫോർഡബിൾ ഹെൽത്ത് പാക്കേജ് ഫോർ എവ്രി വൺ എന്നുള്ള ഒരു ഇതിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് PPP മോഡലിൽ തന്നെ ചിലപ്പോൾ ചില സമയത്ത് ഗവൺമെന്റും മെഡിക്കൽ കമ്പനീസും ഹോസ്പിറ്റൽസുമായിട്ട് ചേർന്നിട്ടുള്ള പുതിയ പ്രഖ്യാപനങ്ങളും നയപരമായ കുറെ ഇടപെടലുകളും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൽ പ്രതീക്ഷിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ മീര. സമയക്കുറവ് മൂലം ഒന്ന് ഇടപെടുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് കമലാസനൻ, ഡോക്ടർ സുനിത, ഡോക്ടർ മീര ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ സഭയിൽ 2024-25 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു.